മുത്തങ്ങയിൽ പോലീസുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ സിബിഐക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ശിക്ഷാവിധി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി. അപ്പീലിൽ സംസ്ഥാന സർക്കാരും മറുപടി നൽകണമെന്നും കോടതി. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ ചേരുകയാണ്. ഉമേഷ്, 23 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവം വന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നോട്ടീസ് വന്നിരിക്കുകയാണല്ലോ ഹൈക്കോടതിയുടെ. എന്താണ് ഇപ്പോൾ ഈ നോട്ടീസ് പറയുന്നത്? മനു, ഈ മുത്തങ്ങ അബ്ദുൾ സലാം വധശ്രമ കേസ്, പോലീസുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കൽപ്പറ്റയിലെ വിചാരണ കോടതി നേരത്തെ വിധി പറഞ്ഞിരുന്നു. ഗോത്ര മഹാസഭ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേരെയാണ് വിചാരണ കോടതി ശിക്ഷിച്ചത്. ഈ ശിക്ഷാവിധി ചോദ്യം ചെയ്തുകൊണ്ട് ഗീതാനന്ദൻ അടക്കമുള്ളവർ സമർപ്പിച്ച അപ്പീലാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഈ അപ്പീൽ പരിഗണിച്ച കോടതി വിചാരണ കോടതിയെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശിക്ഷാവിധി സൂക്ഷ്മമായി പരിശോധിക്കണം എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗവും പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ ശിക്ഷാവിധിയിൽ പിഴവുണ്ട് എന്ന് തന്നെ ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തുകയാണ്. അതിന് കാരണമായി പറയുന്നത്, ഈ അന്തിമ ശിക്ഷാവിധിയിൽ വിചാരണ കോടതിയുടെ ഉത്തരവിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കും എന്നാണ് ഈ അന്തിമ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്നെങ്ങനെയാണ് അന്തിമ വിധിയിൽ പറയാനാവുക എന്നുള്ളതാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. സാധാരണ കൺക്ലൂസീവായി അല്ലെങ്കിൽ പരിപൂർണമായും കുറ്റകൃത്യം കണ്ടെത്തി എന്ന നിലയ്ക്കാണ് സാധാരണഗതിയിൽ സാങ്കേതികമായ പിഴവ് സംഭവിച്ചതെന്നാണോ ഹൈക്കോടതി പറയുന്നത്? അതോ പൂർണ്ണമായും കോടതിയുടെ വിധിന്യായത്തിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണോ വിലയിരുത്തുന്നത് ഹൈക്കോടതി? മനു, അങ്ങനെ പൂർണ്ണമായും എന്ന് പറയാറായിട്ടില്ല. കാരണം ഇത്തരം ചില നിരീക്ഷണങ്ങൾ കോടതി ഈ ഉത്തരവിലുണ്ട്. അത് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മമായി വിചാരണ കോടതി ഉത്തരവ് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഫയലിൽ സ്വീകരിച്ച് അതിൻ്റെ സ്വാഭാവിക നടപടി എന്നുള്ള നിലയിൽ CBIക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാരും ഈ അപ്പീലിൽ മറുപടി നൽകണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ബുധനാഴ്ചയായിരിക്കും കോടതിന് ഇനി ഈ അപ്പീലിൽ വിശദമായി വാദം കേൾക്കുക. അതായത് ഒരു കേസിന്റെ അവസാന ഘട്ടത്തെ വിധി വരുമ്പോൾ ആ വിധിയിലെ ഒരു പ്രധാനപ്പെട്ട വാചകം കേസിന്റെ ആദ്യഘട്ടങ്ങളിൽ കാണുന്നതിന് തുല്യമാണല്ലേ? അതായത് പ്രഥമ ദൃഷ്ട്യാ കുറ്റം കാണുന്നു എന്ന വാചകം, അവിടെയാണ് പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് അല്ലേ? അതെ, ഇപ്പോൾ കോടതി എടുത്തു പറഞ്ഞത് അതാണ്. എങ്ങനെയാണ് ഈ അന്തിമ വിധിയിൽ ഇങ്ങനെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കും എന്ന തരത്തിൽ ഒരു വാചകം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. സാധാരണഗതിയിൽ അത് പ്രാഥമിക ഘട്ടത്തിലൊക്കെയാണ് അങ്ങനെ വരാറുള്ളത്. പക്ഷേ ഇത് അന്തിമ വിധിയിലാണ്. അന്തിമ വിധി എന്ന് പറയുമ്പോൾ ഒരാളെ കുറ്റക്കാരനായി കണ്ടെത്തിയാൽ അയാൾ പരിപൂർണമായി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയാണ്. പക്ഷേ അങ്ങനെയല്ല ഈ കോടതി ഉപയോഗിച്ചിരിക്കുന്ന വാചകം. അത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് പരിശോധിക്കണം, സൂക്ഷ്മമായി തന്നെ പരിശോധിക്കണം. എന്തെങ്കിലും പിഴവുകൾ വിചാരണ കോടതി ഉത്തരവിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി വിശദമായ വാദത്തിലേക്കാണ് കോടതി കടക്കുക. ബുധനാഴ്ചയായിരിക്കും ഈ അപ്പീൽ പരിഗണിക്കുക. ശരി, ഓക്കെ.